ഇസ്ലാമിക ചരിത്രത്തിൽ അതുല്യമായ പോരാട്ടമാണ് ബദർ സമരം. ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ശരീരം സമർപ്പിച്ചവരാണ് ബദരീങ്ങൾ. അള്ളാഹുവിൻ്റെ ദീന് ഇവിടെ നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ശരീരം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ തിരിച്ചു വരില്ല എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ ധാരണയോടുകൂടിയാണ് ബദരീങ്ങൾ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ആരാണ് ബദരീങ്ങൾ? അവർ ശരീരം സമർപ്പിച്ച് അള്ളാഹുവിലേക്ക് അർപ്പിച്ചു. പിന്നെ അവരൊന്നും നോക്കിയില്ല. ഇസ്ലാമിനെതിരെ ഇവിടെ പ്രലോഭനമുണ്ടാക്കിയപ്പോൾ അവർ ശക്തമായി നേരിടുകയാണ്. അവർക്കറിയാം ഇത് ജീവിതത്തിലെ അവസാനത്തെ പോരാട്ടമായിരിക്കും, ഇത് ജീവിതത്തിലെ അവസാനത്തെ നിമിഷങ്ങളായിരിക്കാമെന്ന് അവർക്കറിയാം. എങ്കിലും അവർ കുടുംബം നോക്കാതെ, അവരുടെ ശരീരം നോക്കാതെ, അവരുടെ സമ്പത്ത് നോക്കാതെ, അവരുടെ അധികാരം നോക്കാതെ, അവർക്കുള്ള മറ്റൊന്നും നോക്കാതെ ദുനിയാവ് മുഴുവനും ത്യജിച്ചുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു ബദരീങ്ങൾ. ഇങ്ങോട്ട് അക്രമം നടത്തിയവരെ പ്രതിരോധിക്കേണ്ടത് നിർബന്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങോട്ട് നിരന്തരമായ അക്രമം നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, നിങ്ങൾ തിരിച്ച് പ്രതിരോധിക്കാൻ. അങ്ങനെ പ്രതിരോധം നടത്തിയവരാണ് ബദരീങ്ങൾ. എണ്ണത്തിൽ വളരെ കുറവാണ് ബദരീങ്ങൾ. മുശ്രിക്കീങ്ങളെക്കാൾ വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ ഉള്ളൂ. മുശ്രിക്കീങ്ങൾ എത്രയോ ഇരട്ടിയുണ്ട്. അവരുടെ 2-3 ഇരട്ടി ജനങ്ങൾ മുശ്രിക്കീങ്ങളുണ്ട്. പക്ഷേ അവരോടാണ് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളായ ബദരീങ്ങൾ രംഗത്ത് വരുന്നത്. അവരോട് നേരിടുമ്പോൾ സ്വാഭാവികമായും അംഗങ്ങൾ കുറവായതിനാൽ ആയുധങ്ങൾ കുറവായതിനാൽ വലിയൊരു സൈന്യത്തിനോട് നേരിടുമ്പോൾ അതിനൊരു വിജയം അവർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം ബദരീങ്ങൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുണ്ട്. വലഖദ് നസറക്കും ബിബദരിൻ, നിങ്ങളെ ബദറിൽ നാം സഹായിച്ചു. ഖുർആനല്ലേ പറഞ്ഞത്? നിങ്ങൾ എത്രയായിരുന്നു? കുറഞ്ഞ ആളുകളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് സഹായം തന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. എങ്ങനെയാണ് സഹായം നൽകിയത്? അള്ളാഹു തആല മലക്കുകളെ ഇറക്കി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ബദരീങ്ങൾ ബദർ യുദ്ധം നടന്നതിന് ശേഷം ബദറിൽ കൊല്ലപ്പെട്ട മുസ്ലിമീങ്ങൾ, ബദറിൽ കൊല്ലപ്പെട്ട ബദർ ശുഹദാക്കൾ എത്ര എണ്ണമാണ്? ബദറിൽ ഷഹീദായ ആളുകൾ എത്ര എണ്ണമാണ് അറിയോ നിങ്ങൾക്ക്? പറയാം. ബദറിൽ ആദ്യ ഷഹീദായ മുസ്ലിമീങ്ങൾ 14 പേരാണ്. 365 അല്ലെങ്കിൽ 313 ആളുകൾ പങ്കെടുത്തിട്ട് വെറും 14 പേര് മാത്രമാണ് മുസ്ലിമീങ്ങളിൽ നിന്ന് ഷഹീദായത്. 1000-ഓളം വരുന്ന വലിയ സൈന്യത്തോട് നിരായുധരായ മുസ്ലിമീങ്ങൾ തികച്ചും ആയുധങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രം ആയുധമാക്കിക്കൊണ്ട് യുദ്ധസമരത്തിനിറങ്ങിയപ്പോൾ അവർ വൻ വിജയം കൈവരിക്കുകയുണ്ടായി. 14 പേരാണ് ബദറിൽ ഷഹീദാകുന്നത് മുസ്ലിമീങ്ങളിൽ നിന്ന്. എന്നാൽ ബദറിൽ അമുസ്ലിമീങ്ങളിൽ നിന്ന്, മുശ്രിക്കീങ്ങളിൽ നിന്ന് കൊല്ലപ്പെടുന്നത്, ശത്രുപക്ഷത്തു നിന്ന് കൊല്ലപ്പെട്ടത് 70 പേരാണ്. 1000-ൽ നിന്ന് 70 പേരും കേവലം 14 പേര് മാത്രമാണ് ബദറിൽ ഷഹീദായത്. എന്നാൽ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് ബദർ ശുഹദാക്കളിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി. ആരാണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു? സഹോദരൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ യുദ്ധത്തിലേക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ, യുദ്ധത്തിന് അണിനിരത്തുമ്പോൾ അത് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഉമൈർ ഇബ്നു അബി വഖാസ്. ഉമൈർ ഇബ്നു അബി വഖാസ് എന്ത് ചെയ്തെന്നറിയുമോ? നബി തങ്ങൾ യുദ്ധം നടക്കുന്നതിന് മുമ്പ് സൈന്യത്തിനെ നിരീക്ഷിക്കുകയാണ്. ആ സമയത്ത് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായതിനാൽ ഒളിഞ്ഞു നിൽക്കുകയാണ്. എന്തിനാണ് ഒളിഞ്ഞു നിൽക്കുന്നത്? യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഒളിഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്നറിയുമോ? ചെറിയ കുട്ടി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അങ്ങനെ പിന്നെ ഒളിഞ്ഞിരിക്കുന്നതിനിടയിൽ സൈന്യത്തിൽ പങ്കെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു ഉമൈർ ഇബ്നു അബി വഖാസിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു നബി തങ്ങൾ. അപ്പോൾ ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണല്ലോ. അദ്ദേഹം ഒരൊറ്റ കരച്ചൽ അവിടുന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് എന്തായാലും യുദ്ധത്തിൽ പങ്കെടുക്കണോ, എനിക്ക് ഷഹീദാകണോ, എനിക്ക് ഷഹീദായാലോ അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കൂലി കിട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ട്
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനക്ക് പിന്നീട് സമ്മതം കൊടുത്തു. അതേ യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ ഉമൈർ ഇബ്നു അബി വഖാസ് സ്വഹാബിയാണ്, അദ്ദേഹം ഷഹീദാവുകയാണ്. ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ വഖാസ് മാലിക് റളിയല്ലാഹു അൻഹു ആണ് പിതാവ്. ഇദ്ദേഹത്തിൻ്റെ ഉമ്മയാരാണ്? ഹംന ബിൻത്ത് സുഫിയാൻ റളിയല്ലാഹു അൻഹയാണ് മാതാവ്. മക്കയിലാണ് ജനിച്ചത്, വഫാത്തായത് മദീനയിൽ. സഅദ് ഇബ്നു അബി വഖാസ്, അതുപോലെ തന്നെ ഉത്ബത്ത് ഇബ്നു അബി വഖാസ്, ഇവരൊക്കെ സഹോദരങ്ങളാണ്. ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരങ്ങളാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയാണ് ഉമൈർ ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തോടൊപ്പം നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.